ശ്രീകൃഷ്ണ, എല്ലാവർക്കും വംശിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഏകാദശിയാണ്. ഒപ്പം അതിനോട് അനുബന്ധിച്ചിട്ട് പറയേണ്ട ഒരു മന്ത്രവും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കുബേര മന്ത്രത്തെക്കുറിച്ചിട്ടാണ്. അതും ഇന്നേ ദിവസം ഏകാദശിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉത്തമോത്തമമാണ്. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഓരോ ഏകാദശിക്കും ഓരോരോ ഫലങ്ങളാണ്. ഇന്നത്തെ ഏകാദശി പരമ ഏകാദശി, അത് പുരുഷോത്തമ മാസത്തിലെ അധിക മാസമാണ്. 3 വർഷത്തിൽ ഒരിക്കലാണല്ലോ പുരുഷോത്തമ മാസം വരുന്നത്. ഈ പുരുഷോത്തമ മാസത്തിൽ വരുന്ന പരമ ഏകാദശിയുടെ ഫലം പ്രകാരമാണ്. കൊടിയ ദാരിദ്ര്യം, അതേപോലെ തന്നെ മുൻജന്മ പാപങ്ങൾ കൊണ്ടുണ്ടാവുന്ന അല്ലൽ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനമാണ്. ഇതിൻ്റെ വ്രതകഥ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കുബേര ഭഗവാനും വ്രതകഥയുമായിട്ടുള്ള ബന്ധം എന്താണെന്നും അത് എല്ലാം ജപിച്ചാലും ആചരിച്ചാലും അതിൻ്റെ ഫലം എത്രത്തോളം നല്ലതായിരിക്കുമെന്നുള്ളതാണ്. അതായത് കഥ ഇപ്രകാരമാകുന്നു. സുമേധനും പവിത്രയും 2 ബ്രാഹ്മണ ദമ്പതിമാരായിരുന്നു. പക്ഷേ അവർ കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നതിനാൽ അവർ ഈ നാട് തന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ പവിത്ര സമ്മതിച്ചില്ല. നമ്മുടെ പാപഫലങ്ങൾ കൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ വന്ന് പതിച്ചത്, അല്ലെങ്കിൽ മുൻജന്മ ദോഷങ്ങൾ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മളിത് അനുഭവിക്കുക തന്നെ വേണം. അങ്ങനെ ഇരിക്കുക അവർ കൗടില്യ എന്ന ഒരു ആചാര്യൻ്റെ മുമ്പിൽ എത്തപ്പെടുകയും ആചാര്യൻ അവരോട് ഉപദേശിച്ചു. അധിക മാസത്തിൽ പുരുഷോത്തമ മാസത്തിൽ വരുന്ന പരമ ഏകാദശി വിധിയായ വണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചനം ഉണ്ടാകുമെന്ന്. അതേ തുടർന്ന് ഇവർ വിധിയായ വണ്ണം ഏകാദശി ആചരിക്കുകയും അങ്ങനെ അക്ഷയ സമ്പത്തിനുടമയാവുകയും അതിനുശേഷവും അവർ വിധിയായ വണ്ണം ദാനധർമാദികൾ ചെയ്ത് ജീവിച്ചു പോരുകയും മോക്ഷഗതി അടിക്കുകയും ചെയ്തു. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അമർന്നു എന്നാണ് കഥ. അതിൻ്റെ കഥ ഒന്നും കൂടി കേട്ട് അത് അനുസരിച്ച് കേട്ട് പ്രാർത്ഥിക്കുകയും കൂടി വേണം അന്നേ ദിവസം. ഒപ്പം കുബേരമന്ത്രവും ചൊല്ലുക. ഹരേ കൃഷ്ണ. കുബേരമന്ത്രം ഇപ്രകാരമാകുന്ന: ആദ്യം ധ്യാനം ചൊല്ലണം, അതിനുശേഷം മന്ത്രം ചൊല്ലേണ്ടത്. എങ്കിൽ മാത്രമേ പ്രത്യേക മന്ത്രത്തിന് മന്ത്രസിദ്ധി കൈവരികയുള്ളൂ. ആദ്യം ധ്യാനമാണ്. മനുഷ്യവാഹ്യ വിമാനവരസ്ഥിതം ഗരുഡരത്നനിഭം നിധിനായകം ശിവസകം മകുടാദി വിഭൂഷിതം വരഗദേദം ഭജദുന്ദിലം. മന്ത്രം ഇപ്രകാരമാണ്: ഓം യക്ഷരാജ ധനാധിപായ നമഃ. ഒന്നും കൂടി പറയാം: ഓം യക്ഷരാജ ധനാധിപായ നമഃ.